തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മൾ കടുക് പൊട്ടിച്ച് അതിനകത്ത് ഒരു മീഡിയം സവാളയും കൂടെ ഞാനിവിടെ വഴറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇലകൾ നല്ലപോലെ കഴുകി അതിൻ്റെ പുറവശമൊക്കെ നോക്കണം. അതിനകത്തൊക്കെ ഈ കൊച്ചു കൊച്ചു കീടങ്ങൾ കാണും. അങ്ങനെ ഇടരുത്. നല്ലപോലെ നുള്ളി പൊറുക്കണം. എന്നിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് അത് ഒന്ന് തോന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ കടുക് പൊട്ടിച്ച് ഇതിലോട്ട് നമ്മൾ ഈ ഒരു ഇല വഴറ്റിയാണ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ അരച്ച് വെക്കുക. എന്നിട്ട് നമുക്കിനി നമ്മുടെ അരപ്പൊടി അരച്ചെടുക്കാം. അതും നമുക്ക് ഇനി അരച്ചത് ഒന്ന് ഉപ്പ് ചേർക്കണം. അല്പം ഉപ്പ് ചേർത്താൽ മതി. കാരണം ഇതെല്ലാം ഈ ലീഫി വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉപ്പ് വളരെ കുറച്ച് ചേർക്കണം. കാരണം വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഗ്രേറ്റഡ് കോക്കനട്ട് മസാല ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി അല്പം കുറവാണ്, സ്വല്പം കൂടെ ചേർക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ ഇതിനാവശ്യത്തിന് ചേർത്തേക്കുന്നത്, പിന്നെ വേണമെങ്കിൽ അല്പം വിടുക. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ വൈറ്റ് റൈസും റെഡിയാണ്. നമുക്ക് വൈറ്റ് റൈസ് നമുക്ക് ടൊമാറ്റോ കറി, അത് ഈ ഫിഷ് കറി പോലെ ടൊമാറ്റോയും എല്ലാം കൂടി ഇട്ട് നമ്മൾ പച്ച അരിച്ച് വെക്കും. ഇനിയിപ്പോൾ ഇതുണ്ട് നമ്മുടെ ആവി വന്നു കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. ഉണ്ട്. ലീഫി വെജിറ്റബിൾസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് ഇടാവുള്ളൂ, പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആണെങ്കിലും ഒരു ആവിയും കൂടെ വരട്ടെ. ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചേക്കുക. കുഴപ്പം ഇത് ഒന്ന് വഴറ്റിയെടുക്കാതെ മാറ്റുക. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ കറിയും കുക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പപ്പട, അച്ചാറ്, മുരിങ്ങയില തോരൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നിവിടെ അടുത്ത അമ്പലത്തിൽ രക്തചാമുണ്ടേശ്വരി ടെമ്പിളിലെ ഉത്സവമാണ്. അപ്പം അവിടെയും ലഞ്ചൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തുള്ളവരും എല്ലാവരും പോയി കഴിച്ചിട്ട് വന്നു. ഇവിടെ ഞാനും അല്പം പോയി കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പം വീട്ടിലെ ഇന്നത്തെ കുക്കിംഗ് ഇതേ ഉള്ളൂ. നാളെ ഭരണിയായതുകൊണ്ട് എല്ലാവർക്കും അതിനുള്ള നോൺ വെജ് വേണ്ട. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ആയത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുരിങ്ങയിലക്കറി എളുപ്പമാണ്. ഇത് നല്ലപോലെ കഴുകി അതിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്ന കീടങ്ങളെ അത്യാവശ്യമായിട്ടും, അത് ഒരു അത്യാവശ്യമായിട്ട് നോക്കേണ്ട, ഉഴപ്പണ്ടല്ല. അത് നല്ലപോലെ നുള്ളിക്കളയണം. പച്ചക്കളറിലെയൊക്കെ കൊച്ചു കൊച്ചിങ്ങനെ ഇരിക്കും. എല്ലാം എടുത്ത് കളഞ്ഞ് ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് തൂത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ കടുക് പൊട്ടിച്ച് സവാളയും വഴറ്റി, പിന്നെ വെളുത്തുള്ളി, ജീരകം, തേങ്ങ, അല്പം മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് നമ്മൾ ഇതിനകത്തിട്ട് ചേർത്തു. ഇതാണ് ഇതിൻ്റെ മസാല. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്.